എക്സ്ക്യൂസ് മീ സർ. വിജയ്, നീ കുറച്ചു നേരം മുമ്പ് കടയിൽ പോയിരുന്നപ്പോ കീർത്തി വന്നിരുന്നു. വേണ്ടാന്ന് പറഞ്ഞിട്ടും അവള് തന്നെ ബില്ലെല്ലാം കൊടുത്തിട്ട് പോയി. കാശ് നേരിട്ടൊന്ന് തരുമായിരുന്നു. നീ നിന്റെ അച്ഛനെ കള്ളനോട്ടാണെന്ന് വിചാരിക്കില്ല, അതുകൊണ്ടാ ചീപ്പ് ചെയ്ത. നീ വിഷമിക്കണ്ട. നീ ഇങ്ങനെയാകാൻ പാടില്ല മോനെ. അച്ഛൻ്റെ ഇപ്പം എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ദാഹമുണ്ട്. അച്ഛൻ ജ്യൂസ് കുടിക്കുന്നു. ഇതിപ്പോൾ കൊണ്ടുവരാം. എടാ മോനെ വിജയ്, സംഭവിച്ചതൊരു ആക്സിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാരും മനഃപൂർവ്വമായിട്ട് ചെയ്തതായിരിക്കാനാണ് സാധ്യത. ആക്സിഡന്റ് ആയിരുന്നു, പക്ഷെ നിന്റെ അച്ഛനാ കിട്ടിയത്. നീ എന്നെ എത്രയും വേഗം വന്ന് കണ്ടില്ലെങ്കിൽ നടക്കാൻ പോകുന്നത് വേറെ ആയിരിക്കും. എന്റെ അഡ്രസ് നിനക്ക് മെസ്സേജ് ചെയ്യാം, വേഗം എത്തിച്ചേരാൻ നോക്ക്. ഹലോ സാർ, ഇന്നലെ ഞാനാ നിങ്ങൾക്ക് ഫോൺ ചെയ്ത്. നാരദ, ഡിറ്റക്റ്റീവ് നാരദ. ഞാൻ നിങ്ങളുടെ കേസ് മുഴുവനായും പഠിച്ചു സാറേ. നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്ത് ഒരു 5000 രൂപ കെട്ടിക്കഴിഞ്ഞാൽ ഐ ഡീൽ യുവർ കേസ്. നോ പ്രോബ്ലം, ഐ ഹാവ് എ വൺ മോർ. ശരി, ഇത് ഫില്ല് ചെയ്തിട്ട് ഒരു 5000 രൂപ കെട്ടിക്കോളൂ. അരഞ്ഞാണത്തിൽ പിന്നുണ്ടോ? ഞാൻ ഡിറ്റക്റ്റീവാ, എല്ലാം ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ. സംഭവിക്കേണ്ടത് സംഭവിച്ചു. എനിക്കൊരു ചാൻസാ. രാജേഷ്, US മാച്ച്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് നല്ല പയ്യനാ. ഒരു തവണ സംസാരിച്ച് നോക്ക്. ഹായ് അങ്കിൾ. ഹായ് രാജേഷ്. ഹാവ് യു സീറ്റ്. താങ്ക് യു. രാജേഷ്, ഷീസ് മൈ ഡോട്ടർ കീർത്തി. ഹായ് കീർത്തി. കീർത്തി, രാജേഷ്, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ പിന്നെ വന്ന് ജോയിൻ ചെയ്യാം. യാ ഷുവർ, താങ്ക് യു. എന്നാ ഞാൻ വരാം. ഡാഡ്, ഡാഡ്. ഹായ് കീർത്തി. ഐ എം രാജേഷ്. യു കെൻ കോൾ മീ രാജ്. 1 minute, my dad. Hello. Yeah. Are you crazy? 50 lakhs Google Pay? It's not possible, Dad. I'm with Kirti. Don't call me. Please don't disturb me. Wicked phone. Yeah, Kirti, well, we'll do some crazy things like selfie. Good idea. Very good idea. Oh no, sorry. And the camera off. Now I'll take a nice one. വിജയ്, നീ നിന്റെ ഇഷ്ടത്തിന് അങ്ങ് ബ്രേക്കപ്പ് ചെയ്താൽ എങ്ങനെയാ? സംസാരിക്കാൻ നോക്കുമ്പോ അതും ഇതും പറയും. നീ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു വിജയ്. വിശ്വാസം ഇല്ലാത്ത സ്ഥലത്ത് സ്നേഹം ഉണ്ടാവില്ല. സാറേ, സാറേ, സാർ, ദിസ് ഈസ് നാരദ. ഹലോ. ഈ വിശ്വാസം മതിയോ? സാർ, ഡിറ്റക്റ്റീവ് നാരദ ഹിയർ. സാർ, എന്റെ അമ്മേ. സാറേ, നിങ്ങളുടെ കേസിന് വേണ്ടി ഞാൻ എന്തൊക്കെ സ്റ്റഡി ചെയ്തോണ്ടിരിക്കുന്നത്, പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നേ? റൊമാൻസ്. കുട്ടി അടിപൊളിയായിട്ടുണ്ട് സാറേ. പ്ലീസ്, ആ ക്യാഷ്. സാർ, 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 നിങ്ങൾ ATM-ൽ നിന്ന് പൈസ എടുത്തത് മുതൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് ഗൂഗിൾ പേ അയക്കുന്നത് വരെയുള്ള എല്ലാ കാര്യവും സ്റ്റഡി ചെയ്തിട്ടുണ്ട്.
സിംപ്ലാ സാറേ. നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും കളഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് അവിടെ തന്നെ പോയി തിരയണം. ഓൾറെഡി തെരഞ്ഞതാ. എത്ര പ്രാവശ്യം വേണമെങ്കിലും തിരയാൻ സാറേ. അവിടെയുള്ള ഓരോ സംഭവങ്ങളും നമ്മുടെ അടുത്ത് എന്തൊക്കെയോ പറയാൻ വേണ്ടി നിൽക്കുന്നത് പോലെ ഉണ്ടാവും. ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്തൂടെ? വരൂ. സാറിന് മുറി വേണേ പറയൂ സാർ. പോടോ. യാ പ്ലീസ്. എന്ത് ചെയ്തോണ്ടിരിക്കുക? പ്ലാനിലൊരു ചെറിയ ചേഞ്ച്. എത്ര മണിക്ക്? അറൌണ്ട് 10. അറൌണ്ട് 1. കലീൽ ഭായ്, എന്തൊക്കെയുണ്ട് വിശേഷം? 2 ദിവസമായി വണ്ടി തന്നിട്ട്. ദിവസവും ഞാൻ നടന്നു വരിക. എന്തെങ്കിലും സഹായം വേണം? ചേട്ടാ, ഖലീൽ എവിടെ ഉണ്ടാവുക? അറിയില്ല മോനെ. ഇവിടെ മറ്റാർക്കെങ്കിലും അറിയോ? ഇല്ലല്ലോ. എന്നാ ശരി. ബ്രോ, ഖലീലിനെ അറിയോ? പൊക്ക് കുറച്ചും കൂടി. കുറച്ചും കൂടി പൊക്ക്. പൊക്ക് കുറച്ചും കൂടി. മതി പറയൂ. ഫോർട്ട് കൊച്ചി ATM സെന്റർ സെക്യൂരിറ്റി ഗാർഡ്. നരസിംഹനോ? നമ്പർ കിട്ടുമോ? ഹലോ, അവിടെ നരസിംഹനുണ്ടോ? അവരിപ്പോ ജീവനോടെ ഇല്ല. എപ്പോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ലോറി ഇടിച്ചു മരിച്ചു. നിങ്ങളുടെ അഡ്രസ് ഒന്ന് തരുമോ? ഞാൻ അങ്ങോട്ട് വരാം. ചേട്ടാ, പറയൂ. നരസിംഹന്റെ വൈഫുണ്ടോ? അത് പിന്നെ അവരുടെ സ്വന്തക്കാർ വന്ന് അവരെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്ഥലപ്പേര് എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പോഴും അവരോട് ഫോണിൽ സംസാരിച്ചേ. അറിയില്ല എന്ന് പറഞ്ഞില്ലേ? The number you're calling has been switched off. Please try after some time. സർ, എന്താ ഇത്? നമ്മൾ ആർക്ക് വേണ്ടിയാ തിരയുന്നത്, എന്തിനു വേണ്ടിയാ തിരയുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ATM ക്യാഷ് എടുത്തപ്പോൾ എനിക്ക് മുമ്പ് ATM ക്യാഷ് എടുത്തവർക്ക് ഫേക്ക് നോട്ട്സ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക ഈ കേസിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. വർക്കൗട്ട് ആവും സാറേ. ബ്രോ, ഈ നമ്പറിനാണ് ക്യാബ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ ബൈ. ബ്രോ, ഇത് പുറത്തറിഞ്ഞാൽ എൻ്റെ പണി പോവും. പ്ലീസ് മെയിൻറ്റെയിൻ സീക്രട്ട്. സൂക്ഷിക്കണം കേട്ടോ. ശരി ബ്രോ, താങ്ക് യു. ഹലോ, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? ശരി പറയൂ. എനിക്ക് നിങ്ങളൊന്ന് അർജന്റായിട്ട് കണ്ടാൽ കൊള്ളാം. ഞാൻ കുറച്ച് ബിസിയാ. എന്താ കാര്യം പറയൂ. 3 days ബാക്ക് നിങ്ങൾ ഫോർട്ട് കൊച്ചി ATM ക്യാഷ് എടുത്തില്ലേ? അതിൽ ഫേക്ക് നോട്ട്സ് എന്തെങ്കിലും വന്നായിരുന്നോ? എന്തിനു ചോദിക്കുന്നേ? നിങ്ങൾക്ക് ശേഷം ഞാനാ വിഡ്രോ ചെയ്തത്. എനിക്ക് കിട്ടിയത് ഫേക്ക് നോട്ട്സാ. അത് വലിയ കേസായി. പിന്നെ എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം ചേട്ടാ. ഞാൻ ഡ്രോപ്പ് ചെയ്ത മുകളിൽ 500 രൂപ വാച്ച്മാന് കൊടുത്തു. 2000 രൂപയുടെ നോട്ട് ആ പെണ്ണിനും കൊടുത്തു. എനിക്ക് ഒറ്റ പ്രാവശ്യം അവരെ കാണാൻ പറ്റുമോ?